അല്ല, തീർച്ചയായിട്ടും ഇത്തരം ചില പോലീസ് ഉദ്യോഗസ്ഥർ ആര് ഭരിച്ചാലും സ്റ്റേഷനിലുണ്ടാവും. ഒരു ചെറിയൊരു പെർസെന്റേജ് ക്രിമിനൽ വാസനയുള്ളതാണ്. ഈ വിഷയം വളരെ അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയി അയാൾ രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, ജീവൻ തകർക്കുക, എങ്ങനെ ഇവർക്ക് അവൻ മനസ്സനുവദിക്കുന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതിനനുസരിച്ച് ഒരു നടപടി അവർക്കെതിരെ എടുത്തതാണ്. DIGയുടെ നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് കമ്മീഷണർ അവരെ സസ്പെൻഡ് ചെയ്യും. ആ ശിക്ഷാവിധിക്ക് ശേഷം അവർ വീണ്ടും ജോലി പ്രവഹിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രങ്ങൾ, അയാളുടെ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയം തോന്നും. ഒരു യുവാവിനെ പൊതുസ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി അയാളെ മദ്യപിച്ചെന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ് പോലീസിനോട് തട്ടിക്കറി പോലീസിനെ ചോദ്യം ചെയ്തെന്നുള്ളതാണ് അയാളുടെ പേരിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ മെഡിക്കൽ ടെസ്റ്റിലൂടെ തന്നെ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു. അപ്പൊ അത് അങ്ങേറ്റം തെറ്റായി പോയി. അവർക്കെതിരെ എടുത്ത നടപടികൾ അപര്യാപ്തമാണ്. തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ കേരള പോലീസിന് അപമാനമാണ്. മാതൃകാപരമായ രീതിയിലുള്ള ഒരു പോലീസാണ് കേരളം. മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ മനുഷ്യത്വമുള്ളവരാണ്. ഇങ്ങനെ ചില അപൂർവ ആൾക്കാർ പോലീസ് സേനയിലുണ്ട്. അത് പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ളവരെ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആകെ അനുസരിച്ചുള്ള നടപടിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സ്വീകരിക്കും. അതല്ലായ ചെറുപ്പക്കാരൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതിയുടെയും വിവരാവകാശ കമ്മീഷന്റെയും അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികളുടെ ഫലമായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കർശനമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഈ ഒരു സംഭവത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ആദ്യഘട്ടങ്ങളിൽ ഈ യുവാവ് പോലീസുകാരെ സമീപിച്ചെങ്കിൽ പോലും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ശേഷം കോടതി സ്വമേധയാ ഇടപെട്ടാണ് ഈ ഒരു കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതും 4 ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെന്ന് കണ്ടെത്തുന്നതും. ഇനിയിപ്പോൾ കൂടുതൽ നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ഉടൻ തന്നെ അവസാനിപ്പിക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഏത് സർക്കാർ ഭരിച്ചാലും ഈ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഒരു ചെറിയൊരു വിഭാഗം പോലീസുകാർ ഇതുപോലത്തെ ക്രൂര മനസ്സുള്ളവരാ. അവരെ നമ്മൾ ന്യായീകരിച്ച് പറയുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഈ സേനയ്ക്കുള്ളിൽ ഒരു ചെറിയ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ 12% ക്രിമിനൽസ് ആണ് പോലീസ് സേനയിലുള്ളത്. അത് കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ 6%. ഇപ്പൊ അത് 4% കുറഞ്ഞിട്ടുണ്ട്. ഇത്തരം നടപടികൾ എടുക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള തെറ്റുകാരായിട്ടുള്ള ഏതാണ്ട് 122 പോലീസ് ഉദ്യോഗസ്ഥരെ 2 DYSPമാർ സഹിതം സംസ്ഥാനത്തെ പോലീസിൽ നിന്ന് കഴിഞ്ഞ 8 വർഷത്തിനിടെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അവർ ജോലിയിൽ തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ കർശന നടപടിയാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ കഴിഞ്ഞ 4-5-6 വർഷമായിട്ട് തന്നെ ഇത്തരം ദുഷ്പ്രവൃത്തികൾ പോലീസിന്റെ അടുത്ത് നിന്ന് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുള്ളൂ. അവരാരെങ്കിലും ചെയ്തിട്ടുണ്ട്, അവർക്കെതിരെ കർശന നടപടികൾ നിയമപരമായിട്ട് തന്നെ സർക്കാരും ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു എക്സംഷൻ കേസായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോടതി ഇത് കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. തന്നെയല്ല, ക്രിസ്റ്റൽ ക്ലിയറായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അവർക്കെതിരെ ആദ്യ നടപടി സ്വീകരിച്ചാലും ആ നടപടി അപര്യാപ്തമാണെന്നും തന്നെയുമല്ല ഈ ഉദ്യോഗസ്ഥന്മാർ അത് മറച്ചു വെക്കാൻ ശ്രമിക്കും. ഈ ചെറുപ്പക്കാരൻ പരാതിപ്പെട്ടിട്ട് കേസെടുക്കാൻ FIR ഇടാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. അവർക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും ചെയ്തത്. എന്തായാലും ഇത് അങ്ങേയറ്റ അപലപനീയമാണ്. ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കുക തന്നെ മനസാക്ഷിയുള്ളവർക്ക് സാധിക്കത്തില്ല. ഉറപ്പായിട്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.